ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ മൂത്തമ്മാൻ്റെ വീട്ടിൽ തിക്കീറുണ്ട്. അപ്പോൾ നമ്മൾ അത് എന്തിനു നടത്തുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും നേർച്ച കരുതും, മൊഹീദ്ദീൻ ഷെയ്ഖുകളുടെ പേർക്ക് നേർച്ച കരുതിയിട്ട് അപ്പോൾ ഇങ്ങനെ പറയും നമ്മുടെ മുറാദ് ഹാസിലാവുകയാണെങ്കിൽ തിക്കീർ ചെയ്യാമെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് നേർച്ച വെച്ചു. അപ്പോൾ ഏതോ ഒരു നേർച്ച ഹാസിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് തിക്കീർ വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ എല്ലാവരും ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് പേരെ വിളിച്ചിട്ട് എല്ലാവരും വന്നിട്ടില്ല, കുറച്ച് പേര്. ദാറ്റ് മീൻസ് എൻ്റെ മാമൻ്റെ ഭാര്യ, പിന്നെ എൻ്റെ ആങ്ങളുടെ ഭാര്യമാരുണ്ട്, പിന്നെ മൂത്തമ്മാൻ്റെ കുട്ടികളുടെ ഭാര്യമാരൊക്കെ ഉണ്ട്. എൻ്റെ പുറകിലിരിപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ദാ ഇവരൊക്കെയാണ്. ജാസ്മിൻ, പ്ലീസ് ലുക്ക് ഹിയർ. മുത്തുമണിയെ ഇങ്ങോട്ട് നോക്കിയേ. ആ മുത്തുമണി ആരെന്നറിയോ? എൻ്റെ മാമൻ്റെ ഭാര്യയാണ്, ജായറ്റീവി. പിന്നെ മറ്റേത് നാസിനി, പിന്നെ നമ്മുടെ മിസിരി എൻ്റെ മാമൻ്റെ മോളാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് എൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. ഭയങ്കര ഷെയ്മിങ് ആണ്. ഇങ്ങോട്ട് നോക്കിയേ, ലുക്ക് ഹിയർ, പ്ലീസ് ലുക്ക് ഹിയർ. ഹായ് പറ. ഭയങ്കര ചിരിയാണ് കേട്ടോ. അയ്യോടാ മിസിരി, ഇങ്ങോട്ട് നോക്കിയേ. അയ്യോ, ഇതൊരു ചിരി വ്ളോഗായല്ലോ. അപ്പോൾ നമ്മൾ നേർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ തക്കാളി അരിഞ്ഞ് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾ എത്തിയിട്ടില്ല, അയാൾ വരും. സമയം 3 മണിയായി. ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ്. വരട്ടെ, ചോദിക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി ഞാൻ കാണിച്ചു തരാം. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയാം. അപ്പോഴല്ലേ നമ്മുടെ വീട്ടിലിങ്ങനെ നേർച്ചയൊക്കെ നടത്തുമ്പോൾ നമ്മൾ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ടാണ് വരാറുള്ളത്. കാരണം ബീച്ച് സൈഡ് അടുത്താണ്. അപ്പോൾ നല്ല കാറ്റൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം കുശലം പറഞ്ഞ്, പിന്നെ ഇത്തിരി പരിദൂഷണം, അധികം പരിദൂഷണം നമ്മൾ പറയാറില്ല, ഇത്തിരി പരിദൂഷണമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പണിയൊക്കെ എടുക്കുമ്പോൾ ഉള്ള ഒരു സുഖം ഉണ്ടല്ലോ ഗൈസ്, അത് വേറെ തന്നെയാണ്. എൻ്റെ പുറകിൽ കുറേ ആൾക്കാരുണ്ട്, ചിരിക്കാനായിട്ടിരുന്നതാണ്. കണ്ടോ അവരൊക്കെ കണ്ടോ നോക്കി. ആ നാസിനിയൊക്കെ കണ്ടോ, ഭയങ്കര സൈലൻ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മറ്റേ വശം കാണിച്ചു തരാം, ബീച്ച് സൈഡ് കാണിച്ചു തരാം. ആണ് എൻ്റെ വീടിൻ്റെ ബാക്ക് വശം, ബീച്ചിനോട് അടുത്തായിട്ടാണ്. കണ്ടില്ലേ പരിസരം നോക്കിയേ. ആ കാണുന്ന പള്ളി ലായനപ്പള്ളിയാണ്. അവിടെ ഇങ്ങനെ എല്ലാ മാസവും 17 നടത്തി വരാറുണ്ട്. ബദരീങ്ങളുടെ ആണ്ടൊക്കെ അവിടെ നടത്താറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ചീരണിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ ആടാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറും പൊട്ടി ചൂടും. ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ പോയി പൊക്കിക്കൊണ്ട് വന്നതാണ് ഇവനെ. പഞ്ചായത്തുകാർ ഇപ്പോൾ ആടിനെ ഇങ്ങനെ പൊക്കാറുണ്ടെന്ന്, പിടിക്കാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ പണി കിട്ടുമല്ലോ. ഒരാടിനെ പഞ്ചായത്തുകാർ കൊണ്ടുപോയാൽ 2000 രൂപയെന്നാണ് കേട്ടത്. പിന്നെ എനിക്ക് ശരിക്കുള്ള കണക്കൊന്നും അറിയത്തില്ല. പിന്നെ ആട് ചെറുതാണെങ്കിൽ 500 റുപ്പീസും. അയ്യോടാ, വെറുതെ കൊടുക്കണോ നമ്മുടെ പൈസ? അങ്ങനെ ഞാൻ പിന്നെ ഈ ആട് അളിഞ്ഞു പോയപ്പോൾ നമ്മൾ പോയി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരം. എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പണി തുടങ്ങാറായിട്ടുണ്ട്. അവരൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മൾ നോക്കട്ടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന്. ശരിക്കും ഒരു സങ്കടം പറയട്ടെ നിങ്ങളോട്. എൻ്റെ തൊട്ടപ്പുറത്തേക്ക് നമ്മുടെ രസീമ ചേച്ചിയുണ്ട്. ഓള് പറയുന്നു എന്നെ ഇപ്പോൾ ഉൾക്കൊള്ളിക്കണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മുടെ സവാളയുമായിട്ട് നമ്മുടെ മിസിരി എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അതെവിടെയെങ്കിലും ബൈപ്പാലാകെ ഉള്ളാക്ക് ബൈ, അത് കൊണ്ടുപോയിക്കോ, നിങ്ങൾ ഉള്ള കൊണ്ടുപോയിക്കോ. ഇതാ നമ്മുടെ ഒരാൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. തട്ടവും കൊണ്ട് ഷാളും കൊണ്ട് മുഖം മൂടിയിരിക്കുകയാണ്. കാരണം കുറേ വർഷക്കാലമായി കടമത്തിൽ വന്നിട്ട്, ശരിക്കും പറഞ്ഞാൽ 4 വർഷം കവരത്തിയിലായിരുന്നു. ഇപ്പോഴാണ് പ്രതിയെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം സമയം 4 മണിയായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള ചായ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അണിയറയിൽ നമുക്ക് ചായ കുടിച്ചിട്ട് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. കുക്ക് ചെയ്തിട്ടില്ല. എങ്ങനെയായാലും ഒരു 4:30 കഴിയും നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സംസാരിച്ച ശേഷം നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. യുഹാൻ എൻ്റെ അനിയൻ്റെ കുട്ടിയാണ് യുഹാൻ. പിന്നെ നമ്മുടെ റിയാസിൻ്റെ ഭാര്യയുണ്ട്. ചായ കുടിക്കാം.
നമുക്കുള്ള സ്നാക്സ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. പിന്നെ എന്നെയുണ്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ടീ ടൈമാണ്. ചായ എത്തിയിട്ടുണ്ട്. നമ്മുടെ മാമൻ്റെ ഭാര്യയാണ് ചായ എടുത്തത്. കാരണം ഒരു പണിഷ്മെൻറ്റ് കൊടുത്തതാണ് വൈകി വന്നതിന്. അപ്പോൾ എനിക്കുള്ള ചായ ഞാൻ വാങ്ങിക്കട്ടെ. എടുത്തു നോക്കൊരു ചായ. അപ്പോൾ ഇതാണ് എൻ്റെ ചായ. ഞാൻ വിത്തൗട്ടായിരുന്നു കുടിക്കുന്നത്. ഇതിൽ ആരോ ഷുഗർ ഇട്ടിട്ടുണ്ട്. നല്ല മധുരങ്ങ ബാറ്ററി. അപ്പൊ നമുക്ക് ചായ കുടിക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞ ഇളയളാപ്പം കിട്ടിയിട്ടുണ്ട്. ഇളയെ ഞാൻ ഒറ്റ ലെയറാക്കി തിന്നാനുള്ള സുഖത്തിന് വേണ്ടിട്ടേ. ഹലോ ഗൈസ്, ഇതാണ് ഗൈസ് മാതിരി. ഇതിന്റെ നീളം കണ്ടോ? അതെ, ഇതാണ് മാതിരി. ഇതാണ് നമ്മുടെ മൂത്തമ്മ ഉണ്ടാക്കി വെച്ച ലക്ഷദ്വീപിലെ ഒരു സ്പെഷ്യൽ കടിയാണ് മാതിരി. ഇതിന് അമ്മേനിയാറ് എന്ത് പറയും? എന്ത് പറയും? ഞാറല്ലേ? അപ്പൊ കിളുത്തനാറോ? കിളുത്തനാറ് എന്ത് പറയും? ഫിളി വലിച്ചത്. ഫിളി മിനിക്കോയോ? മിനിക്കോയി ഞാറ് പാമ്പപ്പം ഇല്ലേ? ഇതിന് പാമ്പിന്റെ എടാ, ഇത് പാമ്പിന്റെ ഷേപ്പാണ്. നോക്കിയേ, പാമ്പപ്പം. നമുക്ക് പലതും വിളിക്കാലോ, ഉമ്മ പാപ്പാന്നും പാപ്പാന്നും. ശരിക്കും സത്യം പറയണം, ഭൂമിയിൽ തുടക്കത്തിൽ തന്നെ ഒരു ഫുഡിന് പേരിട്ടിട്ടാണോ വിട്ടത്? അല്ല, മനുഷ്യൻ അവന് യോജിച്ചതാണ് പേരൊക്കെയാണ് ഇടുന്നത്. കുക്കിങ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ നമുക്ക് വേണ്ടിയിട്ടുള്ള മാസ് ചത്തുകയാണ്. മാസ് എന്തിനാ മിശ്രി? പരപ്പൽ ദാലുണ്ടാക്കുന്നുണ്ട് ഉസ്താദന്മാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വെക്കുന്നത് മഞ്ഞച്ചീരണിയാണ്. അപ്പോൾ മഞ്ഞച്ചീരണിയോടൊപ്പം തന്നെ ഇറച്ചി ഉണ്ടാകും, പിന്നെ ദാലുണ്ടാകും. അതാണ് നേർച്ചക്ക് എല്ലാ വീടുകളിലും ഉണ്ടാക്കാറുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ പത്തിരി ഉണ്ടാകും. പത്തിരിയും ഇറച്ചിയും കൊടുക്കും. പിന്നെ ചോറിൻ്റെ കൂടെയാണ് നമുക്ക് ഈ ദാല്. അതിന് വേണ്ടിയിട്ടുള്ള മാസാണ് അവർ ചത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിൽ ഏകദേശമുള്ള ആൾക്കാരൊക്കെ മാസ് ഇടാറുണ്ട്. അരിവറുത്ത് ഫ്ലോക്കി കുളിച്ച് ഉണ്ടാക്കിയല്ലോ പോലും. അട ചുടുവാൻ കൊടുത്തിന്. പത്തിരി ഉണ്ട്, വേറെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ചുടാനായിട്ട്. മാസ് ചത്തുന്നുണ്ട്. അപ്പം നമ്മുടെ ഇത്താത്ത വന്ന് പറയുകയാണ്, മാസ് ഇങ്ങനെയല്ല എളുപ്പത്തിൽ ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ എന്ത് മെത്തേഡ് കാണിക്കാനായിട്ട് പോയിട്ടുണ്ട്. അയാൾ വന്നിട്ടില്ല, വരട്ടെ, നമുക്ക് നോക്കാം എന്താണ് അദ്ദേഹത്തിൻ്റെ മെത്തേഡെന്ന്. ഏത് മെത്തേഡാണ് നിങ്ങൾക്കറിയോ? ഉരലിലിട്ടിടിക്കാൻ പോവുകയാണ്. 1947 ഇടി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇടിക്കാനായിട്ട്. ഐഷു നോക്കിയേ, അത് ഐഷു, ഇത് അത് ജായ TV, ഇത് പിന്നെ ഐഷ ബിഗൻ എന്ന് പറയുന്നുണ്ട് പേര്. അപ്പോൾ നമ്മുടെ മാമൻ്റെ ഭാര്യമാരാണ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇറച്ചി അവരാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് അടുത്തതിൻ്റെ കൂടെ തന്നെ അവർക്ക് മഞ്ഞച്ചീരണി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അവർ അത് ഉണ്ടാക്കാനായിട്ട്. നമ്മളിങ്ങനെ ക്യാമറ കൊണ്ട് തൂക്കിപ്പിടിച്ചിലാവുന്നത് കൊണ്ട് നമുക്ക് ജോലി ഭാരം കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം അവരുണ്ടല്ലോ ഏകദേശമുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട്. ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെ വീടുകളിൽ മരുമക്കളെ കൊണ്ടിട്ട് പണി? നമുക്ക് ചായയുമായിട്ട് എത്തിയിരിക്കുകയാണ് ഗ്യാസ് നമ്മുടെ നാസിനിക്കുട്ടി. വെരി ഗുഡ്. ഞാൻ പറഞ്ഞു എനിക്ക് വിത്തൗട്ട് ചായ വേണമെന്ന്. ഏതാണ് വിത്തൗട്ട്? ഏതാ വിത്തൗട്ട്? ഇതാ, ഇത് കൊണ്ടുപോവാ. അവർക്കറിയില്ലല്ലോ നീ തള്ളയാണോ കുട്ടിയാണോ എന്ന്. ഹലോ ചായ വെന്നുവേദേ, ചായ വേണ്ടായാ? ഈ വണ്ടവി മാഹോലി പൊതുവെ ഒജീനം പിന്നെ ഒരു തട്ടലും മുട്ടലും കൂടും കാണും. ഐഷാബീനെ മുട്ടലും തട്ടലും കണ്ടിയാ. ബിയ്യ ബാ മോളാ.
എടുത്തൊക്കെ സീനാണ്. ഇതെന്നത് ബട്ടർ അത് തന്നെ ചോയ വണ്ടിയില ആ ഡീസെന്റിൽ കുടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് ബട്ടർ ഉപ്പിട്ട് എന്ത് കിട്ടിയാലും മുക്കി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം രാത്രിയായിട്ടുണ്ട്. തിക്കർക്കാരൊക്കെ വന്നിട്ട് ദ്വാ കഴിഞ്ഞിട്ട് എല്ലാവർക്കും പത്രിക കൊടുക്കുകയാണ്. പത്രിക കൊടുത്ത ശേഷം അവസാനം തിക്കർ കഴിഞ്ഞാൽ അവസാനമായിട്ട് മഞ്ഞച്ചീരണിയും ഇറച്ചിയും ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ കയറി വരുന്നത് എൻ്റെ മാമനാണ്. ആന്ധ്രാതി ദ്വീപിലെ ഒരു സ്പെഷ്യലാണ് ഈ ഒറോട്ടി. ഇപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒറോട്ടിയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഈ ഇറച്ചിക്കൊപ്പം നല്ല കോമ്പിനേഷനാണ് ഒറോട്ടി ആയതുകൊണ്ടായിരിക്കണം ഇത്തരത്തിലൊക്കെ. എപ്പോഴും നമ്മൾ പത്തിരി ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.